ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു നാജി നോട്ട്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കാണ്. ഇത് KTU 2024 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സെമസ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിൽ വരുന്ന ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഏതൊക്കെയാണ് അപ്പോൾ മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്? സർവേയിങ് ആൻഡ് റിമോട്ട് സെൻസിങ്, geotechnical engineering, structural engineering, construction management, water resources engineering, environmental engineering, transportation engineering, and architecture and town planning. ഈ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം. ഫസ്റ്റ്, സർവേയിങ്. എന്താണ് സർവേയിങ്? സിംപ്ലി ഇറ്റ്സ് ദ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. അതായത് നമുക്ക് ഒരു ഏരിയയിൽ എന്തെങ്കിലും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ആ ഏരിയയിലുള്ള ഓരോ ഒബ്ജക്റ്റിൻ്റെയും റിലേറ്റീവ് പൊസിഷൻ ഇൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സർവേയിങ്ങിലൂടെയാണ്. ഓക്കെ, അതായത് നമുക്കൊരു ഏരിയയിലുള്ള ഓരോ പോയിന്റിൻ്റെയും ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ പോയിന്റ് ലൊക്കേറ്റ് ചെയ്താലല്ലേ നമുക്ക് അത് വെച്ചൊരു മാപ്പ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്, ഇറ്റ്സ് ദ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. നമ്മളൊരു ഏരിയനെ ലൊക്കേറ്റ് ചെയ്യുന്നു, അത്രയും സിമ്പിളായിട്ട് അത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഇതിനു വേണ്ടി മുൻകാലങ്ങളിൽ നമ്മൾ കൺവെൻഷണൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിരുന്നത്, അതായത് ചെയിൻ, ടേപ്പ്, ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം. എന്നാൽ ഇപ്പോൾ നമ്മൾ മോഡേൺ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, സച്ച് ദാറ്റ് സർവേയിങ് ക്യാൻ ബി മേഡ് സോ മച്ച് ഈസിയർ. അതായത് ഡിസ്റ്റൻസ് മീറ്റേഴ്സ്, ടോട്ടൽ സ്റ്റേഷൻ, ഫോട്ടോഗ്രാമെട്രി, റിമോട്ട് സെൻസിങ് എല്ലാമാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സർവേയിങ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. സോ അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഇവിടെ ഞാൻ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ചെയിൻ, ടേപ്പ്, ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൺവെൻഷണൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഈ ചെയിൻ ഒക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ഥലം അളക്കണമെങ്കിൽ ഇങ്ങനെ ചെയിൻ കൊടുന്നിടുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ഈ ചെയിൻ. നമ്മൾ സിംപ്ലി നമ്മൾ സർവേയിങ്ങിൽ മെഷർ ചെയ്യുവാണ്, ഒരു ഏരിയ മെഷർ ചെയ്യുക, ഒരു സ്ഥലം മെഷർ ചെയ്യുക, പോയിന്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്യുക, ആ ഏരിയയെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് സർവേയിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് മീറ്റർ, ടോട്ടൽ സ്റ്റേഷൻ, ഇതൊക്കെ മോഡേൺ എക്യുപ്മെന്റ്സ് ആണ്. നമ്മൾ ഇതൊക്കെയാണ് സർവേയിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സർവേയിങ് എന്ന സബ്ജക്റ്റിൽ പഠിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കാണാം. ഇനി അടുത്തത് വരുന്നതാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് നമ്മളിപ്പോൾ സർവേയിങ് കഴിഞ്ഞു, ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്തു, അതിലുള്ള പോയിന്റ്സും പൊസിഷൻസും എല്ലാം നമ്മൾ മനസ്സിലാക്കി, നമുക്കൊരു ഏരിയ കിട്ടി. ഇനി നമുക്ക് അവിടെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഫൗണ്ടേഷൻ ആയിരിക്കും. ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുത്തെ സോയിൽ എല്ലാം ടെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സോയിലിൽ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റും, എത്രത്തോളം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ GTയിൽ ചെയ്യുന്നത്. അതായത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ആ പേരിൽ തന്നെ ജിയോ, എർത്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. സോ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് സോയിൽസ്, റോക്ക് ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ഓൾ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? നമുക്ക് ഫീൽഡിലുള്ള, ഏത് ഫീൽഡിലാണോ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത് ആ ഫീൽഡിലുള്ള സോയിൽ സാമ്പിളിനെ കളക്ട് ചെയ്യുക, എന്നിട്ട് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്താ കണ്ടുപിടിക്കുക? പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. നമ്മൾ ഈ എടുത്ത സോയിൽ സാമ്പിളിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ അവിടെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്, ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ലോഡ് ഓഫ് ദ സ്ട്രക്ചർ. നമുക്ക് നമ്മൾ ഏത് സ്ട്രക്ചറാണ്, എത്ര ലോഡ് ആ സ്ട്രക്ചർ ബെയർ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ അവിടുത്തെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. സോ ഇതെല്ലാമാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. അതായത് നമ്മളിപ്പോൾ സർവേയിങ് കഴിഞ്ഞു, സോയിൽ എല്ലാം ടെസ്റ്റ് ചെയ്തു, എല്ലാം റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രക്ചർ വേണം അല്ലേ? സ്ട്രക്ചറിൻ്റെ ഡിസൈൻ, അതാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ഡീൽ ചെയ്യുന്ന ഏരിയ. ഇറ്റ് ഡീൽസ് വിത്ത് ദി ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സ്ട്രക്ചർ സേഫ് ആയിരിക്കണം, എക്കണോമിക്കൽ ആയിരിക്കണം, അതുപോലെ എന്തിനു വേണ്ടിയാണോ നമ്മൾ ആ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള
എബിലിറ്റി ആ സ്ട്രക്ചറിന് ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം? നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിൽ എത്രത്തോളം ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നറിയണം. ലോഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ലോഡാണ്? ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ് ആൻഡ് സീസ്മിക് ലോഡ്. എത്രത്തോളം ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നറിയണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതെല്ലാം വെച്ച് നമ്മൾ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യും. ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. അതായത് നമ്മൾ സർവേയിങ് കഴിഞ്ഞു, സോയിൽ ടെസ്റ്റ് ചെയ്തു, സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്തു, എല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്തത് എന്താണ്? അടുത്ത സ്റ്റെപ്പ് കൺസ്ട്രക്ഷൻ ചെയ്യണം. അപ്പോൾ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഡീൽസ് വിത്ത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഓഫ് വേരിയസ് സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്സ്, ഡാംസ്, വാട്ടർ സപ്ലൈ സ്കീംസ്, അങ്ങനെ ഓരോ സ്ട്രക്ചേഴ്സിൻ്റെയും കൺസ്ട്രക്ഷൻ മാനേജ്മെന്റുമായിട്ട് ഡീൽ ചെയ്യുന്ന ഏരിയയാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചർ എന്തായിരിക്കണം? സേഫ് ആയിരിക്കണം, എക്കണോമിക്കൽ ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോപ്പർ ക്വാളിറ്റി കൺട്രോളും മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇതെല്ലാം സൈറ്റ് എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഡേയ്സ് ഉണ്ടാവും. അതിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കോസ്റ്റ് എസ്കലേഷൻ ഉണ്ടാവും, ചിലവ് കൂടും അല്ലേ? അപ്പം അതെല്ലാം ഇല്ലാണ്ടായിട്ട് കറക്റ്റായിട്ട് ടാർഗറ്റ് ഡേയ്സിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതൊക്കെയാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. നവഡേയ്സ് സോഫ്റ്റ്വെയർ പാക്കേജസ് അവൈലബിൾ ആണ്. ഡിസൈൻ, ഡ്രോയിങ് ആൻഡ് പ്രോജക്ട് പ്ലാനിങ്ങിനെല്ലാം സോഫ്റ്റ്വെയർ പാക്കേജസ് അവൈലബിൾ ആണ്. ഇനി അടുത്തത് വരുന്നതാണ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്. അതായത് പേര് പോലെ തന്നെ വാട്ടറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്. അതായത് നമുക്ക് വാട്ടർ എന്തിനൊക്കെ ആവശ്യമാണ്? ഇറിഗേഷൻ, ഇൻഡസ്ട്രീസ്, ഡ്രിങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വാട്ടർ അത്യാവശ്യമാണ്. ഈ വാട്ടർ എല്ലാം എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? റിവേഴ്സ്, ലേക്സ്, പോണ്ട്സ്, സ്ട്രീംസ്, ഇവിടെ നിന്നൊക്കെയാണ് വാട്ടർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം വാട്ടറിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ യൂസേജ് അക്കോർഡിംഗ്ലി നമ്മൾ പ്ലാൻ ചെയ്യണം. എത്രത്തോളം ഉപയോഗിക്കണം എന്നെല്ലാം നമ്മൾ അക്കോർഡിംഗ്ലി പ്ലാൻ ചെയ്യണം. ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്. സോ ഇറ്റ് ഡീൽസ് വിത്ത് ദി ഫ്ലോ ആൻഡ് കൺവേയൻസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ, സീവേജ് പോലെയുള്ള എല്ലാ ഫ്ലൂയിഡ്സിൻ്റെയും ഫ്ലോ, അതിൻ്റെ കൺവേയൻസ് എല്ലാം നമ്മൾ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിലാണ് ഡീൽ ചെയ്യുന്നത്. ഇനി വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാ? ബ്രിഡ്ജസ്, ഡാംസ്, ചാനൽസ്, കനാൽസ്, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് പോലെ വാട്ടറുമായിട്ട് ഡീൽ ചെയ്ത് വരുന്ന എല്ലാ സ്ട്രക്ചേഴ്സിൻ്റെയും ഡിസൈൻ ചെയ്യുന്നത് എവിടെയാണ്? വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിലാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഡീൽസ് വിത്ത് ദി ആപ്ലിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ വാട്ടർ, സീവേജ് ഒക്കെ അതിനെ കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, കൺട്രോൾ, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യും. അതെല്ലാം ഡീൽ ചെയ്യുന്നത് എവിടെയാണ്? വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് എന്നൊരു പോർഷനിൽ നമുക്ക് പഠിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. അതായത് ഡിസൈൻ ആൻഡ് സൂപ്പർവൈസ് സിസ്റ്റം ടു പ്രൊവൈഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ. അതാണ് ഇവിടുത്തെ കീവേഡ്, ശ്രദ്ധിക്കുക. നമ്മൾ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ വാട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ വരുമ്പോൾ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, അതുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ ഡീൽ ചെയ്യുന്നത്. ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ഇൻ വാട്ടർ, ഇൻ ദ എയർ, ഓൺ ദ ലാൻഡ് ആൻഡ് ഇൻ ദി ഗ്രൗണ്ട് വാട്ടർ. നമ്മളിപ്പോൾ പറഞ്ഞു സേഫ് ആക്കുക എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് സേഫ് ആയിട്ട് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. പേര് പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതായത് റോഡ്സ്, റെയിൽവേസ്, എയർവേസ്, ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ് പോലെയുള്ള സ്ട്രക്ചേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ മെൻ ആൻഡ് മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് വളരെ അത്യാവശ്യമാണ്.
അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവർക്ക് അവിടെ പോയി കാണാം. ഞാനിവിടെ ഐ ബട്ടണിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ആർക്കിടെക്ചർ ആൻഡ് ടൗൺ പ്ലാനിങ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോൾ അത് സേഫ് ആയിരിക്കണം, എക്കണോമിക്കൽ ആയിരിക്കണം എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ട്രക്ചർ എസ്തെറ്റിക്കലി ഗുഡ് ആയിരിക്കണം, കാണാനും നല്ല ഭംഗി ഉണ്ടാവണം. അത് ഡീൽ ചെയ്യുന്ന ഏരിയയാണ് ആർക്കിടെക്ചർ. അതുപോലെ ടൗൺ പ്ലാനിങ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ ടൗൺ ആൻഡ് സിറ്റീസ് ആർ ടു ബി പ്ലാൻഡ് പ്രോപ്പർലി. നമ്മൾ ഓരോ ടൗണും സിറ്റീസും എല്ലാം കറക്റ്റ് പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു 6 to 8 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ്. എളുപ്പമാണ് പഠിക്കാനായിട്ട്, ഒന്നും കാണാതെ പഠിക്കരുത്, എല്ലാം മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ആ ടോപ്പിക്കിൻ്റെ പേരൊക്കെ വായിക്കുമ്പോൾ തന്നെ ഇലോബറേറ്റ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് നോക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.